Okay. Good morning, my dear students. Welcome to another class of Management Theory and Practices. Okay. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് എടുത്തതെന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് പറയുന്നത് എന്തായിരുന്നു? ദാറ്റ് ഈസ് നമ്മൾ പ്ലാനിങ് അല്ലേ, വൺ ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് പ്ലാനിങ്, ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ. വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി നേച്ചർ ഓർ ഫീച്ചർ ഓഫ് പ്ലാനിങ്. We have discussed about the importance, benefits or advantages. Same ആണ് അല്ലേ, പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. Then we discussed some points that is limitations of planning, and the most important topic in that was the steps in planning അഥവാ പ്ലാനിങ് process അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞു. And in today's class that we are going to discuss about the ടൈപ്സ് ഓഫ് പ്ലാൻസ്. പല തരത്തിൽ അതിനെ നമുക്ക് പറയാം കേട്ടോ. ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്ന് ചോദിച്ചാൽ സെയിമാണ്. എലമെൻറ്റ്സ് ഓഫ് പ്ലാൻസ്, ഡെറിവേറ്റീവ് പ്ലാൻസ്, സപ്പോർട്ടീവ് പ്ലാൻസ്, കമ്പോണൻസ് ഓഫ് പ്ലാൻസ്. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ദ സെയിം ആൻസർ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു. ദാറ്റ് ഈസ് ടൈപ്സ് ആയിരിക്കാം, എലമെൻറ്റുകളായിരിക്കാം, കമ്പോണൻസുകളായിരിക്കാം, സപ്പോർട്ടീവ് പ്ലാൻസ് ആണ്, ഡെറിവേറ്റീവ് പ്ലാൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് പ്ലാൻസിനെ കുറിച്ച് കേട്ടിരുന്നു, ഓർമ്മയുണ്ടോ? ദാറ്റ് ഈസ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ അവർ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്ങിൽ നമ്മൾ 7th സ്റ്റെപ്പ് പറഞ്ഞതാണ് ഫോർമുലേറ്റിംഗ് ദ ഡെറിവേറ്റീവ് പ്ലാൻസ്. അതായത് മെയിൻ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് കുറച്ച് സബ് പ്ലാനുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് വി ആർ കോളിംഗ് ദി ഡെറിവേറ്റീവ് അഥവാ സബ് പ്ലാൻസ് അഥവാ സപ്പോർട്ടീവ് പ്ലാൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ യു ക്യാൻ റൈറ്റ് ദ സെയിം ആൻസർ തന്നെ എഴുതാം. ഓക്കെ, ലെറ്റ് us ഡിസ്കസ്. പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ദേ ആർ ദി ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. ദാറ്റ് ഈസ് ഡിസൈഡഡ് വെൽ ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി തന്നെ തീരുമാനിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് ദി ഡിസയർ റിസൾട്ട്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മുൻപേ കൂട്ടി തയ്യാറാക്കുന്നതാണ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ഒരു ആക്ഷനാണ് പ്ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് ഇൻവോൾവ്സ് എ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓർ കമ്പോണൻസ് എന്നാണ് പറയുന്നത്. ഒരുപാട് എലമെൻറ്റുകളും ഒരുപാട് കമ്പോണൻസും പ്ലാനിങ്ങിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ കൂടിയിട്ടാണ് എന്ത് ചെയ്യാന്ന് പറയുന്നത്? ഇതെല്ലാം ദാറ്റ് ദീസ് എലമെൻറ്റ്സ് ഓർ കമ്പോണൻസ് ഹാവ് ടു ബി ബൗണ്ട് ടുഗദർ. അതൊന്നിച്ച് എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിച്ചെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ പറഞ്ഞ നമ്മുടെ ഡിസയർ കോഴ്സ് ഓഫ് ആക്ഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ദീസ് കമ്പോണൻസ് ആർ ഓൾസോ നോൺ ആസ്, ഈ കുറേ കമ്പോണൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഈ കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് വി കോൾ ഇറ്റ് ആസ് ഡെറിവേറ്റീവ് ഓർ സബ്സിഡറി. കേട്ടോ, സപ്പോർട്ടീവ് പ്ലാൻസ് മാത്രമല്ല സബ്സിഡറി എന്ന് നമ്മൾ അതിന് വിളിക്കുന്നത്. അപ്പോൾ വേറൊരു പേര് കിട്ടി, സബ്സിഡറി പ്ലാൻസ് എന്നും പറയും. ആൻഡ് ഇതിന് എങ്ങനെയാണ് അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഒബ്ജക്റ്റീവ്സ്, ഗോൾസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, rules, programs, methods, strategies, projects and budgets. കണ്ടോ, ദറ്റ് ഈസ് ഓൾമോസ്റ്റ് ഒരു 10 ടൈപ്സ് സപ്പോർട്ടീവ് പ്ലാൻസ് അല്ലെങ്കിൽ സബ്സിഡറി പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കണ്ടെങ്കിൽ യു വിൽ ഒരു ഹയറാർക്കി, ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് കാണും. ഞങ്ങൾ അതിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. ടെക്സ്റ്റിലുണ്ട്, നിങ്ങൾ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തിൻ്റെ ഹയറാർക്കി ഓഫ് പ്ലാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് യു ക്യാൻ സീ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 59 കാണാം. ചിലപ്പോൾ പേജ് നമ്പറിൽ 1-2 വ്യത്യാസം വരായിരിക്കാം, കാരണം എൻ്റെ പഴയ എഡിഷൻ ബുക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ പേജ് നമ്പറിൽ ചില വ്യത്യാസം കാണാം. എനിവേ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ ദ മൊഡ്യൂൾ 2 മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ കാണാം. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ എന്താണെന്നാണ് പറയുന്നത്? ഇതിലിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 10 പറഞ്ഞു അല്ലേ. ഇതിൽ ചില സംഭവങ്ങൾ, അതായത് ചില സപ്പോർട്ടീവ് അല്ലെങ്കിൽ സബ്സിഡറി പ്ലാൻസ് എന്ന് പറയുന്നത് സിംഗിൾ യൂസ് പ്ലാൻസ് എന്നാണ് പറയുന്നത്. അത് നമുക്കത് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് പല പ്രാവശ്യം അതെടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെയുള്ള ചില സബ് പ്ലാനുകളെ അല്ലെങ്കിൽ സബ്സിഡറി പ്ലാൻസുകളെ അല്ലെങ്കിൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോമ്പോണൻസ് ടൈപ്സ് ഇതിനെയൊക്കെ എന്ത് ചെയ്യാം, ചിലതിന് എന്താണെന്നാണ് പറയുന്നത്? ദാറ്റ് ഈസ് സിംഗിൾ പ്ലാൻസ് എന്ന് പറയും. അതിനുള്ള നമുക്ക് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ബജറ്റ്സ്, പ്രോഗ്രാംസ്, പ്രോജക്ട്സ്, സ്ട്രാറ്റജീസ്. ഇത് 4 എന്താണ്? സിംഗിൾ യൂസ് ആണ്. ബഡ്ജറ്റ് എപ്പോഴും നമ്മൾ കാലാകാലങ്ങൾക്കെല്ലാം ഉണ്ടാക്കുക. നമ്മുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് തന്നെ നോക്കി അറിയാമല്ലേ, നമ്മൾ എല്ലാ കൊല്ലവും നമ്മുടെ കൺട്രിയുടെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് വരും. അത് തന്നെ എല്ലാ കൊല്ലവും നമുക്ക് പറ്റില്ല. അപ്പം അത് അങ്ങനെ സിംഗിൾ യൂസ് ഉള്ള പ്ലാൻസുകളാണ് ഏതൊക്കെയാണ്? ബഡ്ജറ്റ്സ്, പ്രോഗ്രാംസ്, പ്രൊജക്ട്സ്, സ്ട്രാറ്റജീസ്. ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സിംഗിൾ യൂസ് അല്ല, ദാറ്റ് ദേ ആർ യൂസ്ഡ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. സ്റ്റാൻഡിങ് ഓർ റിപ്പീറ്റഡ് യൂസ് നേച്ചറാണ്, ബിക്കോസ് ദേ ആർ യൂസ്ഡ് എഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ശരിക്കും നമ്മുടെ ആ കാറ്റഗറി ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഏതൊക്കെയാണ് സിംഗിൾ യൂസ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് SS എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണ് സിംഗിൾ യൂസ് എന്നുള്ളത്, മറ്റുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കും. റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യണതാണ്. ആ പിക്ചറിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ അത് കാരണം പല പ്രാവശ്യം യൂസ് ചെയ്യുന്നതാണ് പറയണത്. അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഗോൾസ്,
ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, റൂൾസ് എക്സെട്ര, അതായത് ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ എന്താണെന്നാണ് പറയുന്നത്, വീണ്ടും വീണ്ടും യൂസ് ചെയ്യണതാണെന്നാണ് പറയുന്നത്. ആൻഡ് ദീസ് ഡെറിവേറ്റീവ് പ്ലാൻസ് നമ്മൾ പറഞ്ഞില്ലേ, ഇതിനെ നമുക്ക് എങ്ങനെ ഫോം ചെയ്യാമെന്നാണ് പറയുന്നത്. ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ ഹൈറാർക്കി, ദാറ്റ് ഈസ് താഴത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് എ ഹയർ ലെവൽ പ്ലാൻ, ശ്രദ്ധിക്കുക കേട്ടോ, എ ഹയർ ലെവൽ പ്ലാൻ ജനറേറ്റ്സ് എ ലോവർ ലെവൽ പ്ലാൻ. അതാണ് മനസ്സിലാക്കി. അതായത് ഒരു ഹയർ ലെവൽ പ്ലാനിൽ നിന്നാണ് അതിൻ്റെ തൊട്ട് താഴത്തെ പ്ലാൻ ഉണ്ടാകുന്നത്, അതിൽ നിന്നാണ് അതിൻ്റെ തൊട്ട് താഴത്തെ, അങ്ങനെ താഴത്തേക്കാണ് പ്ലാനുകൾ ഡിറൈവ് ചെയ്ത് വരുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കിത് കറക്റ്റായിട്ടൊരു ഹൈറാർക്കിക്കലി തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഇത് അറേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിതിൽ ഓരോന്നെടുത്ത് പഠിക്കാൻ പോവുകയാണ്. ഒരു ക്ലാസ് കൊണ്ടൊന്നും തീരില്ല, 2 ക്ലാസ്സോ 3 ക്ലാസ്സിലോ നമുക്കത് എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഒരെണ്ണം പഠിക്കുമ്പോൾ ഇതന്നെയല്ലേ അതെന്ന് തോന്നും. അങ്ങനെയാണ്. അതായത് ഒബ്ജക്റ്റീവ്സ് കേൾക്കുമ്പോൾ തന്നെയല്ലേ ഗോൾ നമ്മൾ പറഞ്ഞത്, ഗോൾസ് കേൾക്കുന്നത് പോളിസീസ്. അപ്പോൾ പോളിസീസും പ്രൊസീജിയേഴ്സും തമ്മിൽ എന്താണ് വ്യത്യാസം? ഓക്കെ, അപ്പോൾ അതങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നും. അതിൽ നോർമലാണത്. പക്ഷെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എക്സാമ്പിൾസ് ആക്കി ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് നോക്കാം. നമ്മൾ കൃത്യമായി വായിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നോ കൺഫ്യൂഷൻ. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, മിസ് പറഞ്ഞത് എന്തായിരുന്നു എന്നുള്ള ഒരു ഡൗട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ, അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് നമുക്കൊരു ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സും ഗോൾസും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് വി ഹാവ് ടു ഡിസ്കസ് ദ പോളിസീസ്. 3 ടൈപ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് ലെങ്തി ക്ലാസ് ആയാലും കുറച്ച് സ്പീഡിൽ പോയാലും എന്താണ് എക്സ്ക്യൂസ് ഇതാ. അപ്പോൾ ഒരു എക്സ്ക്യൂസ് ഞാൻ ആദ്യം തന്നെ വാങ്ങി വയ്ക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പിന്നെ ഫസ്റ്റ് ഞാൻ പറയുന്നത് ടെക്സ്റ്റിൽ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് ഒന്നും ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഴുതാൻ ഒരുപാട് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ 10 എണ്ണം പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഒരു ഡെഫിനേഷൻ പറഞ്ഞു പോകും. അപ്പോൾ അതിൽ നമ്മൾ ഹൈറാർക്കിക്കലി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവ്സ്, അപ്പോൾ അത് മനസ്സിലാക്കുക, അതൊരു സിംഗിൾ യൂസ് പ്ലാൻ ആണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് എന്താണെന്നാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് സ്റ്റാൻഡിങ് പ്ലാൻസ് ആണ് കേട്ടോ. സിംഗിൾ യൂസ് അല്ല, സ്റ്റാൻഡിങ്, അതായത് വീണ്ടും നമുക്ക് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് എല്ലാ കൊല്ലം ഒബ്ജക്റ്റീവ് മാറ്റില്ല, ആ ഒബ്ജക്റ്റീവ് എത്തുന്നത് വരെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ BBA എന്ന് പറയുമ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് യു വിൽ ഗെറ്റ് ദ ഡിഗ്രി അല്ലേ. അപ്പോൾ ആ 3 കൊല്ലത്തേക്ക് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ദാറ്റ് ടു പാസ് യുവർ ഡിഗ്രി എക്സാമിനേഷൻ വിത്ത് ഹയസ്റ്റ് മാർക്ക് അല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ഡാൽട്ടൺ മെക്ഫെർലാൻഡ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ആർ ദ ഗോൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എയിംസ് ഓർ പെർപ്പസസ് ദാറ്റ് ഓർഗനൈസേഷൻ വിഷ് ടു അച്ചീവ്. എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയണമെങ്കിൽ, ഒന്നെങ്കിൽ അത് ഗോൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ഗോൾസ് ആവാം, എയിം ആയിരിക്കാം, അപ്പോൾ സെയിം മീനിങ് തന്നെ എയിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർപ്പസ്, എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും, ഇപ്പോൾ ഒരു കാര്യമായിരിക്കാം അത് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ നേടുവാൻ ആഗ്രഹിക്കുന്നു. അച്ചീവ് ഓവർ വാരിയിങ് പീരീഡ്സ് ഓഫ് ടൈം, അതായത് വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ തന്നെ ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോളിനെയോ എയിംസിനെയോ അല്ലെങ്കിൽ എന്താണെന്നാണ് പറയുന്നത് പെർപ്പസിനെയോ നമുക്ക് എന്ത് വിളിക്കാം, വി ക്യാൻ കോൾ ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ? എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയണമെങ്കിൽ, ദീസ് ഒബ്ജക്റ്റീവ്സ് ആർ ദ ഗോൾസ്, എയിംസ് or purposes that organization wish to achieve over varying period of time. ക്ലിയർ? അപ്പോൾ അത് ഡെഫിനേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഡാൽട്ടൺ മെക്ഫെർലാൻഡ് അദ്ദേഹമാണത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി പറയാണ്, എല്ലാ ഓർഗനൈസേഷനും എന്തുണ്ടാവുമെന്നാണ് പറയണത്, ഹാവ് സം ഗോൾസ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ലക്ഷ്യമില്ലാതെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. എല്ലാ ഓർഗനൈസേഷനും എന്തെങ്കിലും ഗോൾസ് ഉണ്ടായിരിക്കും എന്നാണ് പറയണത്. ദീസ് ആർ കോൾഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ആ ഗോൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അതങ്ങനെ തന്നെ പഠിച്ചു. പിന്നെ ഗോൾസ് വരുമ്പോൾ മിസ് പിന്നെ ആ പറഞ്ഞത് എന്താണെന്നുള്ള കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. എല്ലാ ഓർഗനൈസേഷനും എന്തെങ്കിലും ഗോൾസ് ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഒന്നും കൂടി നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഒബ്ജക്റ്റീവ്സ് ഇൻഡിക്കേറ്റ് ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ദാറ്റ് ഈസ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് നമ്മൾ എവിടെയാണോ നമ്മുടെ ഓർഗനൈസേഷൻ, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതാണ് എവിടെയാണോ നമുക്ക് എത്തിച്ചേരേണ്ടത്, ആ സ്ഥലത്തിനെയാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ ആണ്. ദീസ് ആർ ദി എൻഡ് ടുവേർഡ്സ് വിച്ച് ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ്. അതായത് ഓർഗനൈസേഷനിലെ ഓരോ ആക്ടിവിറ്റിയും ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണെന്നാണ് പറയുന്നത്, ഇൻ ദ ഒബ്ജക്റ്റീവ്സ്.
അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു സെൻറ്റൻസ് ആണ്. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ആർ ദി എൻഡ് ടുവേർഡ്സ്, അവസാനം നമ്മൾ അവിടെ എത്തും, എൻഡ് ടുവേർഡ്സ് ദാറ്റ് വിച്ച് ദ ആക്ടിവിറ്റീസ് ആണ്. ഇതിന് ആ ഒരു എൻഡിലേക്ക് എത്താനായിട്ട് നമ്മൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ആ ആക്ടിവിറ്റീസ് ഡയറക്റ്റ് ചെയ്ത് എത്തുന്നിടത്ത് എന്താണ് നമ്മൾ ഒബ്ജക്റ്റീവിലേക്ക് എത്തിയെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ 3 ലൈൻ ഞാൻ അതിനെക്കുറിച്ച് 3 സെൻറ്റൻസുകൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പിന്നെ അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചാലും ഇറ്റ്സ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി 2-3 സെൻറ്റൻസും കൂടി നമുക്ക് പറയാം. ഒബ്ജക്റ്റീവ്സ് ആർ ഗോൾസ് എസ്റ്റാബ്ലിഷ് ടു ഗൈഡ് ദ എഫേർട്സ് ഓഫ് ദ കമ്പനി ആൻഡ് ഈച്ച് ഓഫ് ഇറ്റ്സ് കമ്പോണൻസ്. ഒരു കമ്പനിയും ആ കമ്പനിയുടെ ആയിട്ടുള്ള ഒരുപാട് കമ്പോണൻസ്, പാർട്സുകൾ ഉണ്ടായിരിക്കും. അതിനെ എന്ത് ചെയ്യാനുള്ളതാണ്, അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഗോൾസുകളെ നമുക്ക് എന്ത് വിളിക്കാമെന്നാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ക്ലിയർ? എന്താണ് ഒബ്ജക്റ്റീവ്സ്? ദീസ് ആർ ദ ഗോൾസ് established to guide the efforts of a company and its components. Clear? They set the boundaries in the operations of the organization and its relations with external environment. അപ്പോൾ വേറൊരു വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ബൗണ്ടറിയിലാണ്, ഇത്രയും പരിധിക്കുള്ളിൽ. അപ്പോൾ അതായത് അൾട്ടിമേറ്റ് എൻ്റെ ഒബ്ജക്റ്റീവാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, അതാണ് പറയുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് എന്നുള്ളതായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൗണ്ടറിയെ നമുക്ക് എന്ത് പറയാമെന്നാണ് പറയുന്നത്, ഈ ഒബ്ജക്റ്റീവ് ആ ഓർഗനൈസേഷൻ്റെ ബൗണ്ടറി സെറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എത്രമാത്രം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് ഓർഗനൈസേഷന് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് എന്ത് ചെയ്യേണ്ട, ദാറ്റ് ഈസ് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എക്സ്റ്റേണലാണ്. അപ്പോൾ അതിനും ഒരു ലിമിറ്റ്, അതിൻ്റെ ഒരു റിലേഷൻ എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട്, ദാറ്റ് ഈസ് അതിന് ഓർഗനൈസേഷന് ഡീൽ ചെയ്യേണ്ടത്, അതും കൂടി എന്ത് ചെയ്യുന്നു, ആ ഒരു ബന്ധം എങ്ങനെയാണ്, അതും എന്ത് പറഞ്ഞു തരുന്നതാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു തരും. അതാണ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് set boundaries in the operations of the organization and its relations with the external environment. ക്ലിയർ? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്നല്ലെങ്കിൽ ആ മീനിങ്ങൾ പഠിക്കാം. ബിസിനസ് ഓർഗനൈസ്, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് മനസ്സിലാകുക ഒബ്ജക്റ്റീവ്സും ഗോൾസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത്. ബിസിനസ് ഓർഗനൈസേഷൻ, ഈ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഹാസ് സെവറൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് അല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കുക, ഒരുപാട് ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട പോയിൻ്റാണ്. A business organization has several objectives such as ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്താ, ഓഫ് കോഴ്സ് ഒരു ഒബ്ജക്റ്റീവ് എന്തായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതെല്ലാ ബിസിനസ്സിൻ്റെയും ഒബ്ജക്റ്റീവ് എന്തായിരിക്കും, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമായിരിക്കില്ല എന്നാണ് പറയുന്നത്. സർവൈവ് ചെയ്യുക, പിടിച്ചു നിൽക്കുക എന്നുള്ളത്. ഗ്രോത്ത്, അവിടെ നിന്ന് എന്ത് ചെയ്യണം, പതുക്കെ ഗ്രോത്ത് എന്നുള്ള സ്റ്റേജിലേക്ക് പോകണം. പിന്നെ എന്താണ്, ചിലപ്പോൾ ചില ബിസിനസ്സിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും സർവീസ് കൊടുക്കാനായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറയുന്നതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ഒബ്ജക്റ്റീവ്സ് എന്തിനുണ്ടായിരിക്കാം, ഒരു ഓർഗനൈസേഷൻ തന്നെ ഉണ്ടായിരിക്കാം. ദാറ്റ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ടു സർവൈവ്, ദാറ്റ് ഈസ് ടു ഗ്രോ ആൻഡ് ദാറ്റ് ഈസ് ടു സെർവ് ദ സൊസൈറ്റി. കണ്ടോ? അപ്പോൾ അതാണ് ഒബ്ജക്റ്റീവിൻ്റെ ഒരു നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ഉള്ളത് ഞാൻ പോയിന്റ് പറഞ്ഞു തന്നു. ഒരു ഓർഗനൈസേഷന് ഒരുപാട് ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ടായിരിക്കും. ഇല്ല, അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഈസ് അബൌട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന്. അപ്പോൾ ഒരു 8-9 പോയിൻറ്റ്സോളം നമുക്കിങ്ങനെ പറഞ്ഞു തന്നിട്ട് അത്രയൊന്നും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളൊരു 5 or 6 പഠിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 4 മാർക്സിന് അല്ലെങ്കിൽ 5 മാർക്സിന് അപ്പോൾ നമുക്ക് 6 അപ്പോൾ ഒരു 7 പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കാം കേട്ടോ. ഒരു 7 പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ ധാരാളം പഠിച്ചു വെച്ചാൽ മതി അതിനെക്കുറിച്ചിട്ട്. പക്ഷേ ഞാനെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് ആർ പ്രീ ഡിറ്റർമിൻഡ്. മുൻകൂട്ടി തന്നെ ഒബ്ജക്റ്റീവ്സ് തീരുമാനിച്ച് വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. ദേ ആർ ഡിറ്റർമിൻ ഇൻ അഡ്വാൻസ് ഓഫ് എ പീരീഡ് ഓഫ് ടൈം. അതായത് എന്താണെന്നാണ് പറയുന്നത്, ഒരു പീരീഡ് ഓഫ് ടൈമിന് മുൻപേ ഇൻ അഡ്വാൻസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, ദാറ്റ് ഈസ് എപ്പോഴും ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കും. അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയിട്ട് നാളെ പണി തുടങ്ങല. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു ഫീച്ചർ പറഞ്ഞാൽ എന്താണ്, ദേ ആർ പ്രീ ഡിറ്റർമിൻഡ് ആണ്, മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ്. ഇനി എന്താണെന്നാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ് മസ്റ്റ് ബി റിയലിസ്റ്റിക് എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എപ്പോഴും എന്തായിരിക്കും, റിയലിസ്റ്റിക് ആയിരിക്കും. അതായത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ്സ്. അല്ലാണ്ട് ആകാശത്തേക്ക് പോകാം, ചന്ദ്രനിലേക്ക് പോകാം, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് റിയാലിറ്റി, ഇന്ന് നടക്കുന്ന റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ആകാശത്തിൽ നിന്നൊരു നക്ഷത്രം പറക്കണം എന്നൊക്കെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് തുടങ്ങിയ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് എനിക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നൊരു ഒബ്ജക്റ്റീവ് എന്താണ്, നാളെ എനിക്ക് വലിയ വേൾഡ് ഫേമസ്, ദാറ്റ് ഈസ് മാർക്കറ്റ് മുഴുവൻ പിടിച്ചെടുക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഉള്ള റിയലിസ്റ്റിക് ആയിരിക്കണം. അപ്പോൾ അത് ഒട്ടും റിയൽ അല്ലാത്ത കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് സെറ്റ് ചെയ്യരുത്. ദേ ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബീങ് അച്ചീവ്ഡ് ബൈ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു സ്മോൾ സ്കെയിലിന് അതിൻ്റേതായ ലിമിറ്റേഷൻ ഉണ്ടാവും അല്ലേ, ഒരു മീഡിയം സ്കെയിലിന് അതിൻ്റേതായ ലിമിറ്റേഷൻ ഉണ്ടാവും. ഒരു ലാർജ് സ്കെയിലിന് ദാറ്റ് ഈസ് എന്ത് ചെയ്യാം, അതുമായിട്ട് ചിലപ്പോൾ ഒരു MNCക്ക് എന്തായിരിക്കും, MNCയുടെ അത്ര ഒരു ലാർജ് സ്കെയിലിന് അപ്പോഴും എത്താൻ പറ്റില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അവനവന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒബ്ജക്റ്റീവ്സ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതാണ് പറയുന്നത്.
തേർഡ് പറയുന്നതാണ് ഒബ്ജക്റ്റീവ് മസ്റ്റ് ബി വെൽ ഡിഫൈൻഡ്. ഒബ്ജക്റ്റീവ്സ് എപ്പോഴും വെൽ ഡിഫൈൻഡ്, ഒരു വളരെ ക്ലാരിറ്റി ആയിട്ട് എന്താണ് ഒബ്ജക്റ്റീവ്, ഇതായാലും അതായാലും അങ്ങനെ പാടില്ല. ഒബ്ജക്റ്റീവ്സ് എപ്പോഴും എന്തായിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ക്ലാരിറ്റി ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഹെൽപ്സ് ദെയർ ഈസി അച്ചീവ്മെൻറ്റ്. നമുക്ക് എന്താണോ എത്തേണ്ടത് അല്ലെങ്കിൽ എന്താണോ നമുക്ക് നേടേണ്ടത് അതിനെക്കുറിച്ച് ക്ലിയർ ആണ് നമ്മളെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഈ ക്ലാരിറ്റി ഇല്ലാതെ ആകുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, നമുക്ക് ആകെ കൺഫ്യൂഷൻ വരുന്നത്, വിചാരിച്ച രീതിയിൽ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി മാറുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇത് എപ്പോഴും വെൽ ഡിഫൈൻഡ് ആയിരിക്കണം എന്താണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ആർ മൾട്ടിപ്പിൾ ഇൻ നേച്ചർ. നമ്മൾ പറഞ്ഞല്ലോ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകാമെന്നാണ് പറയുന്നത്. എ ഫേം ഷുഡ് ഹാവ് സെവറൽ ഒബ്ജക്റ്റീവ്സ് റിലേറ്റിംഗ് ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ തന്നെ പല ഏരിയാസ് ഉണ്ടായിരിക്കും. അതിൻ്റെ സെയിൽസ് ഡിവിഷൻ ഉണ്ടാവും, പർച്ചേസ് ഡിവിഷൻ ഉണ്ടായിരിക്കും, അതിൻ്റെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ സെല്ലിംഗ് ഉണ്ടായിരിക്കും, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള എന്തുണ്ടായിരിക്കും, ദേ വിൽ ഹാവ് ദെയർ ഓൺ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആർ മൾട്ടിപ്പിൾ ഇൻ നേച്ചർ. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് എപ്പോഴും മെഷറബിൾ ആയിരിക്കണം. മനസ്സിലാക്കണം. എന്താ വെച്ചാൽ നമുക്ക് ഇത്ര ശതമാനം നമുക്ക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയാൻ പറ്റണം അല്ലേ. നമ്മൾ ഏകദേശം 40% എത്തി, ഓൾമോസ്റ്റ് 90% നമ്മൾ ഒബ്ജക്റ്റീവിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ അത് എപ്പോഴും എന്തായിരിക്കണം, ദാറ്റ് ബി മെഷറബിൾ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ മെഷറബിൾ ടേംസ് സോ ദാറ്റ് ദേ ക്യാൻ ഈസിലി ബി മെഷേർഡ് ആൻഡ് കമ്പയർഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ്. നമുക്ക് സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, മെഷർ ചെയ്തെടുക്കാൻ പറ്റണം അല്ലേ. ദാറ്റ് ഈസ് ഇനി ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ ആയിരിക്കണം, ക്വാളിറ്റേറ്റീവ് ആയാൽ പോരാ. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചറാണ് അത് മെഷറബിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് ഇൻ ന്യൂമറിക്കലായിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് നെക്സ്റ്റ് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് എപ്പോഴും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആൻഡ് മ്യൂച്വലി സപ്പോർട്ടീവ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ നേച്ചറാണ്, ഒരുപാട് ഒബ്ജക്റ്റീവ്സുകൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒബ്ജക്റ്റീവ്സുകളെല്ലാം എന്തായിരിക്കണം എന്നാണ് പറയുന്നത്, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ഒന്നൊന്നും ബന്ധമില്ലാത്ത ഒബ്ജക്റ്റീവ്സ് ആവരുത്. കാരണം ദാറ്റ് ഈസ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെയാണ് ഈ പല ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാലും അത് ആ ഹോൾ ഓർഗനൈസേഷൻ്റെയാണ്. അപ്പോൾ അവ തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവുമായിരിക്കണം എന്നാണ് പറയുന്നത്. അച്ചീവ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റീവ് ഹെൽപ്സ് ഇൻ ദി അച്ചീവ്മെൻറ്റ് ഓഫ് അതർ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതാണ് അതിൽ പറയുന്നത്, ഫീച്ചർ പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് നേടിയാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഏരിയയിൽ ആ ബിസിനസ്സിൽ തന്നെ വേറെ ഏരിയയിലെ ഒബ്ജക്റ്റീവ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സെയിൽസിൽ നല്ല സെയിൽസ് അത്ര ടാർഗറ്റ് മുട്ടിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് വിചാരിക്കാം. ആ സെയിൽസ് എന്നുള്ള ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്താൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിരിക്കും, നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സെയിൽസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിരിക്കും, പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ കണ്ടോ, അങ്ങനെ അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ചിലപ്പോൾ വേറെ ഒബ്ജക്റ്റീവിനെ എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ദേ മസ്റ്റ് ബി സപ്പോർട്ടീവ്, മ്യൂച്വലി സപ്പോർട്ടീവ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് എങ്ങനെയൊക്കെ ഉണ്ടാവാമെന്നാണ് പറയുന്നത്. ഷോർട്ട് റേഞ്ച് ഉണ്ടാകാം, മീഡിയം റേഞ്ച് ഉണ്ടായിരിക്കാം, ലോങ് റേഞ്ച് ഉണ്ടാകാം കേട്ടോ. അപ്പോൾ അതൊരു പോയിൻ്റാണ്. ചിലപ്പോൾ ഷോർട്ട് റേഞ്ചിലേക്ക് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും, ചിലപ്പോൾ കുറച്ച് ഒരു മീഡിയം റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യും, ചിലപ്പോൾ ലോങ് റേഞ്ചിലേക്ക് കുറച്ച് കാലത്തേക്കുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പറയുന്നതാണ് ഇറ്റ് മേ ബി ടാഞ്ചബിൾ ഓർ ഇൻടാഞ്ചബിൾ. ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാവാന്നാണ് പറയുന്നത്, ടാഞ്ചബിൾ ഓർ ഇൻടാഞ്ചബിൾ. എന്താണ് ടാഞ്ചബിൾ എന്ന് പറയുന്നത്, ദാറ്റ് വിച്ച് വി ക്യാൻ സീ അല്ലേ, വി ക്യാൻ ടച്ച്. അതിനെയാണ് നമ്മൾ ടാഞ്ചബിൾ എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റാത്തതും തൊടാൻ പറ്റാത്തതുമാണെങ്കിൽ നമ്മൾ ഇൻടാഞ്ചബിൾ അസെറ്റ്സ് ഇല്ലേ, ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതാണ് ഇറ്റ് ഇസ് ആൻ ഇൻടാഞ്ചബിൾ അസെറ്റ് എന്ന് പഠിക്കും അല്ലേ. അപ്പോൾ അതാണ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചറാണത്. ടാഞ്ചബിൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകാം, ഇൻടാഞ്ചബിൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ടാഞ്ചബിൾ ഒബ്ജക്റ്റീവിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് പ്രൊഡക്ടിവിറ്റി. ഇത്ര പ്രൊഡക്ടിവിറ്റി നമുക്ക് ഈ ഒരു ഇയർ എൻഡ് ആകുമ്പോഴേക്കും പ്രൊഡക്ടിവിറ്റി ഇത്ര കൂട്ടണം, ഇത്ര പ്രൊഡക്ഷനിലേക്ക് നമ്മൾ പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് എണ്ണിയെടുക്കാൻ ഇത്ര ടൺ അല്ലെങ്കിൽ ഇത്ര കിലോ നമ്മൾ എന്ത് ചെയ്തു, ഇത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് ശരിക്കും ടാഞ്ചബിളാണ്, നമുക്ക് എണ്ണിങ്ങോട്ട് എടുക്കാം. പക്ഷേ അതേസമയം ചിലപ്പോൾ ചിലത് എന്തുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്, ഇൻടാഞ്ചബിൾ ആയിരിക്കും. അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് എംപ്ലോയി മൊറേൽ. അതായത് എംപ്ലോയീസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ ഇത്ര സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ പറ്റില്ല, ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദെയർ മൈൻഡാണ് അല്ലേ. എംപ്ലോയി മൊറേൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു ഒബ്ജക്റ്റീവ്, അതായത് എല്ലാ എംപ്ലോയീസിനെയും സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതായിരിക്കാം ഒരു കമ്പനിയുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഇറ്റ് കാനോട്ട് ബി. അത് നമ്മൾ പറഞ്ഞു മെഷറബിൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു, മെഷർ ചെയ്യാനൊക്കെ പറ്റും. ഇത്ര ശതമാനം ആളുകൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പോലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമുക്കത് പെട്ടെന്ന് തന്നെ അതുമ്പോൾ പോയി തൊട്ട് നോക്കുക, ഒരു മെറ്റീരിയൽ തിങ് ആണോ എംപ്ലോയി മൊറേൽ എന്ന് പറയുന്നത്, അല്ലല്ലോ. അത് നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, വി ക്യാൻ കോൾ ഇറ്റ് ഇൻടാഞ്ചബിൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
പിന്നെ പറയുന്ന നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഹാവ് എ ഹൈറാർക്കി. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാനിന് ഒരു ഹൈറാർക്കി ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഒബ്ജക്റ്റീവ്സിനും ഒരു ഹൈറാർക്കി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു അതായത് ഇതും ഒരു ഹൈറാർക്കി ഒരു ലെവലായിട്ട് തന്നെ നമുക്ക് കാണിക്കാമെന്നാണ് പറയുന്നത്. അതായത് ആദ്യം ഒരു ഓവറോൾ ഒബ്ജക്റ്റീവ്, എല്ലാവർക്കും കൂടി ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. പിന്നെ ഓരോ ഡിവിഷന്, അതായത് ഓരോ ഓർഗനൈസേഷൻ്റെ ഓരോരോ ഡിവിഷൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും, ആ ഡിവിഷനിൽ തന്നെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്തുണ്ടായിരിക്കും, ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഇനി ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ചില സെക്ഷൻസ് ഉണ്ടെങ്കിൽ ആ സെക്ഷൻസിന് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അങ്ങനെ ഈ ഒബ്ജക്റ്റീവ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും എന്നാണ് പറയണത്. അത് ഒരു ഹൈറാർക്കിക്കലി ആയിരിക്കും. ഓവറോൾ ഉണ്ടാകാം, ഡിവിഷണൽ ഉണ്ടാകാം, ഡിപ്പാർട്ട്മെൻറ്റൽ ഉണ്ടാകാം, പിന്നെ സെക്ഷൻ വൈസ് ഉണ്ടാകാം, പിന്നെ ഓരോ ഗ്രൂപ്പ് വൈസ് ഉണ്ടാകാം, ഇൻഡിവിജ്വൽ വൈസ് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് ഒരു ഹൈറാർക്കി പോലെയാണ് ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു കുഴപ്പമൊന്നുമില്ല, 9 പോയിൻറ്റ്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന പോയിന്റുകൾ തന്നെയാണ്. 1 by 1 ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇനിയിപ്പോൾ നിങ്ങൾ 4 എണ്ണോ പഠിക്കുന്നുള്ളൂ എങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ, ജസ്റ്റ് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം പഠിച്ചാൽ ഇറ്റ്സ് ഇനഫാണ്, ഒരു കുഴപ്പമില്ല. 4 എണ്ണം പഠിച്ച് അതിനെക്കുറിച്ച് ഒരു 2-3 സെൻറ്റൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 4 പോയിന്റ് പഠിച്ചാൽ മതി. ഇനിയെല്ലാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, പോയിൻറ്റ്സ് മാത്രമാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് മാറ്റി പറയാനല്ല, എണ്ണം അപ്പോഴും നല്ലതാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ആ 9 എണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 4.5 മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് അത് വരും അല്ലേ. പിന്നെ എന്ന് വെച്ചാൽ ഡിഗ്രി ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ +2 പഠിച്ചതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ഓൺലി പോയിന്റ് എഴുതിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല, യു വിൽ നോട്ട് ഗെറ്റ് ഇനഫ് മാർക്ക്. അപ്പോൾ ടെക്സ്റ്റിൽ അതേ ഉള്ളൂ, അത് മതിയില്ലേന്നൊന്നും ചോദിച്ചാൽ ഐ കാണ്ട് ആൻസർ കേട്ടോ. അതല്ല, അത് പേപ്പർ നോക്കണ സമയത്ത് നമുക്കൊരു ആൻസർ കീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതനുസരിച്ചിട്ടായിരിക്കും അത് സെറ്റിങ് തരിക. അപ്പോൾ ഞാൻ പറയും എപ്പോഴും നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഡിഗ്രിയിൽ നമുക്കത് അത്യാവശ്യമാണ്. ഓക്കെ, ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റീവ്സിൻ്റെ അഡ്വാൻറ്റേജസ് അഥവാ ഇമ്പോർട്ടൻസെന്നോ ബെനിഫിറ്റ്സെന്നോ ഒക്കെ നമുക്ക് പറയാം. എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നതായിരിക്കും വെൽ ഡിഫൈൻഡ് എന്നുള്ളത്, ഒരു ഫീച്ചർ പറഞ്ഞതാണ്. അങ്ങനെ വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്, എൻകറേജ് ആൻഡ് അസിസ്റ്റ് യൂണിഫൈഡ് പ്ലാനിങ്. നമുക്കൊരു ഒറ്റ പ്ലാനിങ്, ഒരു പല പ്ലാനിങ് അല്ല, ഒരു യൂണിഫൈ ചെയ്തിട്ടുള്ള ഒരു ഒറ്റ പ്ലാനിങ് നമുക്ക് നടത്താനായിട്ട് നല്ല ക്ലിയർ ഉള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് എൻകറേജസ് ആൻഡ് അസിസ്റ്റ് യൂണിഫൈഡ് പ്ലാനിങ്. ഓക്കെ, സെക്കൻഡ് എന്താണെന്നാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ദ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ്. ഒബ്ജക്റ്റീവ്സ് ക്ലിയറായി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ഒരു കൺഫ്യൂഷനും ഇല്ല. അവർക്കറിയാം എന്താണ് ഈ ഒരു ഒബ്ജക്റ്റീവാണ് നമ്മുടെ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്, അവിടേക്കാണ് നമ്മുടെ വർക്ക് എൻഡിങ് ആവേണ്ടത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്ക് എന്താണ് അവർ നേടേണ്ട ഗോൾ എന്നുള്ളതും എന്താണ് അവരുടെ ടാർഗറ്റ് എന്നുള്ളതും അവർക്ക് എന്തായിരിക്കും, they will have a clear picture of it. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, നല്ല ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും എംപ്ലോയീസിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന്, എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് അവർക്ക് they will having no confusion എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ it will motivate the employees. തേർഡ് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡ്സ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ് ദ വർക്ക് ഓഫ് എംപ്ലോയീസ്. അതായത് ഒബ്ജക്റ്റീവ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യും. കാരണം നമ്മൾ ആ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തേ പറ്റൂ. ആ രീതിയിൽ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്ത് പോയാൽ മാത്രമാണ് വിചാരിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ. അതാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചില സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഉടനടി മനസ്സിലാക്കുക അവിടെ ഏത് എലമെൻറ്റ് ഏത് ഫംഗ്ഷൻ വന്നിരിക്കും, കൺട്രോളിംഗ് എന്നുള്ള ഫംഗ്ഷൻ വന്നിരിക്കും അല്ലേ. ഞാൻ കൺട്രോളിംഗ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 5 സ്റ്റെപ്പ് ഇനി മറന്നു പോകാനായിട്ട് പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ നമ്മളുള്ളതാണ് സ്റ്റാൻഡേർഡ് വന്നാൽ നമ്മുടെ ആക്ച്വലുമായിട്ട് ആക്ച്വൽസും സ്റ്റാൻഡേർഡ്സും കമ്പയർ ചെയ്ത് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷൻ എടുക്കുന്നു കേട്ടോ. അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, കുറച്ച് ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗോൾ ഓറിയൻറ്റഡ് നേച്ചർ ഓഫ് വർക്ക് ഹെൽപ്സ് ടു അവോയ്ഡ് അൺപ്രൊഡക്റ്റീവ് ജോബ്. അതായത് നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മൾ ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ പോക്ക്. അപ്പോൾ നമ്മൾ ആ ലക്ഷ്യവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യില്ല. കാരണം നമുക്ക് എത്തേണ്ടത് ആ ലക്ഷ്യത്തിലേക്കാണ്, അതിനെ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് പറയണത്, ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ, അതായത് ഒരു ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഒബ്ജക്റ്റീവിനെ കുറിച്ച് പറഞ്ഞത്, ഓരോ ഓർഗനൈസേഷനും എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യാണ്ടായിരിക്കും. ഈ ഗോൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. കൺഫ്യൂഷനൊന്നും ആവേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അതാണ് പറയണത്, ഗോൾ ഓറിയൻറ്റഡ് ഒരു വർക്കിൻ്റെ ഒരു ഗോൾ ഓറിയൻറ്റഡ് നേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ഒട്ടും എന്താണെന്നാണ് പറയണത്, അൺപ്രൊഡക്റ്റീവായിട്ടുള്ള
ജോലികൾ, അതായത് ഗോളിലേക്ക് എത്താൻ സഹായിക്കാത്ത ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്ത് കളയാനായിട്ട് ഒബ്ജക്റ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡ് എ സബ് പർപ്പസ് ടു ദ ആക്ടിവിറ്റീസ് ഓഫ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമുക്ക് ഒരു പർപ്പസ് ഉണ്ട്, ഇതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്. അല്ലാതെ ഞങ്ങൾ വേറെ ഒന്നിനുമല്ല ചെയ്യുന്നത്, ദാറ്റ് വി ആർ ഡൂയിങ് ദിസ് ജോബ് ടു അച്ചീവ് അവർ ഒബ്ജക്റ്റീവ് എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് ഒബ്ജക്റ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡ് എ purpose to the activities of the entire organization. ഓർഗനൈസേഷനിൽ എന്ത് കാര്യം ചെയ്താലും നമുക്ക് പറയാം that we are doing this particular thing for attaining the objectives of the organization. Okay. എന്താണ് പറയുന്നത്, ഒബ്ജക്റ്റീവ് സ്പെസിഫൈ ദ കോൺട്രിബ്യൂഷൻ ടു ബി മെയ്ഡ് ബൈ ഈച്ച് യൂണിറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്നാണെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അത് ഓർഗനൈസേഷന് പല പല യൂണിറ്റ്സുകളും സെക്ഷൻസുകളൊക്കെ ഉണ്ടാവും കേട്ടോ, മനസ്സിലാക്കി വയ്ക്കും. പല ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ കൂടിയാണ് ഹോൾ ഓർഗനൈസേഷൻ എന്നുള്ളത് വരുന്നത്. ആ ഓരോ യൂണിറ്റും എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യണം ഇൻ ഓർഡർ ടു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഹൈറാർക്കിയിലുണ്ടായിരിക്കും, ഒരു ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് ഡിവിഷണൽ ഉണ്ടായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഓരോ യൂണിറ്റും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഓരോ സെക്ഷനും എത്രമാത്രമാണ് ഹോൾ ഒബ്ജക്റ്റീവ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എത്രയാണെന്ന് കൃത്യമായിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് പറഞ്ഞു തരും. അല്ലേ? അപ്പോൾ നമ്മൾ പറയും സെയിൽസ് ഇത്ര സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര കോൺട്രിബ്യൂഷൻ നടത്തണം, അങ്ങനെയാണെങ്കിൽ എന്താണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര, പ്രൊഡക്ഷൻ ഇത്ര, ഒക്കെ കൂടി ഒന്ന് കമ്പൈൻ ചെയ്താലേ ഏതിലേക്ക് എത്തുള്ളൂ, ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷനിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്, ഓരോ യൂണിറ്റും എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഒബ്ജക്റ്റീവ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ അത് നമ്മളെ അങ്ങനെ അതിൻ്റെ ആ ഒരു ഇതിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെയും ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ. ഡയറക്റ്റിംഗ് എന്താണെന്നും ദാറ്റ് ഈസ് കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ്, ഞാൻ പറഞ്ഞത് ഒപ്പമാണ് നമ്മൾ സാധാരണ ഈ രണ്ട് ഫങ്ഷൻസും ഹെൽപ്പ് ചെയ്യാനായിട്ട് ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാരണം പ്ലാനിംഗ് ആണ് ഫസ്റ്റ്, പ്ലാനിങ്ങിൻ്റെ ഒരു എലമെൻ്റ് ആണെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് കൃത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് വഴിക്കാണ് നമ്മുടെ എംപ്ലോയീസ് പോകേണ്ടത്, എങ്ങനെയാണ് അവർക്ക് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞല്ലേ, എങ്ങനെയാണ് അവരെ നിയന്ത്രിക്കേണ്ടത്, ഇതിനുള്ളൊരു ബേസിസ് ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനും അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. ഇത്രയാണ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിരിക്കുന്നത്. Okay, by this we come to the end of the discussion of the topic അല്ലെങ്കിൽ one of the element of planning, objectives. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ്സ്, എന്താണ് അതിൻ്റെ നേച്ചർ അഥവാ ഫീച്ചേഴ്സ് എന്നുള്ളത്, പിന്നെ എന്തായിരുന്നു അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് നമ്മൾ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് പ്ലാനിങ്, ദാറ്റ് ഈസ് ഗോൾസ് എന്നാണ് പറയുന്നത്. എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഗോൾസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക റിപ്പീറ്റഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാനാണ്, സിംഗിൾ യൂസ് അല്ല. എന്താണ് പറയുന്നത്, നമ്മളതിനെ സ്റ്റാൻഡിങ് പ്ലാൻസ്. ഓക്കെ, സ്റ്റാൻഡിങ് പ്ലാൻസ് എന്നാണ് പറയുന്നത്. അതായത് എഗെയിൻ ആൻഡ് എഗെയിൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗോൾസ് എന്ന് പറഞ്ഞാലും. അപ്പോൾ നമുക്കിനി എന്താണ് ഗോൾ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു പോയിന്റ് നമുക്ക് കിട്ടും, രണ്ടും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട്. ആൻ ഓർഗനൈസേഷൻ ഗോൾ ഈസ് സംതിങ് ടുവേർഡ്സ് വിച്ച് ഇറ്റ്സ് റിസോഴ്സസ് ആൻഡ് എഫേർട്സ് ആർ ഡയറക്റ്റഡ്. എന്താണെന്നാണ് പറഞ്ഞത്, ഓർഗനൈസേഷൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളും അല്ലെങ്കിൽ ആ റിസോഴ്സുകളെല്ലാം എടുക്കുന്ന എഫേർട്ടുകളും എന്തിലേക്കാണോ ഡയറക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാം, ഓർഗനൈസേഷണൽ ഗോൾ എന്ന് വിളിക്കാം. അതായത് ഒരു ഓർഗനൈസേഷണൽ റിസോഴ്സസ് എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് 4 M's ആണ് ഉണ്ടായിരിക്കുക അല്ലേ, മെൻ, മെറ്റീരിയൽ, മെഷീനറി, മണി. അപ്പോൾ ആളുകളെ യൂസ് ചെയ്ത് മെഷീൻസ് യൂസ് ചെയ്ത് ആദ്യം നമ്മൾ മണി ഫണ്ട് എടുക്കുന്നു, അതായത് മണി. അതെടുത്ത് നമ്മൾ ആളുകളെ കൊണ്ട് നമ്മൾ മെഷീനറി എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽസ് കൊടുത്തുകൊണ്ട് മെഷീനറിയിൽ കൂടി പ്രൊഡക്ഷൻ നടത്തിപ്പിക്കുന്നു. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണോ അത് ചെയ്യാനായിട്ട് എന്തുണ്ടാവും, വെറുതെയാണോ എന്തെങ്കിലും പ്രൊഡക്ഷൻ അവിടെ നടത്തുന്നുണ്ടായിരിക്കുക, ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ വെറുതെ ആയിരിക്കും ആ എംപ്ലോയി എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കുക, അല്ല. അപ്പോൾ അതായത് ഈ പറയുന്ന റിസോഴ്സുകളൊക്കെ എന്തിനാണോ ചെയ്യുന്നത് ആ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർഗനൈസേഷണൽ ഗോൾ. ആൻ ഓർഗനൈസേഷൻ ഗോൾ ഈസ് സംതിങ് ടുവേർഡ്സ് വിച്ച് ദ റിസോഴ്സസ് ആൻഡ് എഫേർട്സ് ആർ ഡയറക്റ്റഡ് എന്നാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് പറഞ്ഞു തരാണ്, എ ഗോൾ ഈസ് എ ഫ്യൂച്ചർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് വിച്ച് ദ ഓർഗനൈസേഷൻ വാണ്ട്സ് ടു റിയലൈസ്. അതായത് ഒരു കാലത്ത് ഓർഗനൈസേഷൻ നേടിയെടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ദാറ്റ് ഈസ് ഗോൾ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഫ്യൂച്ചർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് വിച്ച് ഓർഗനൈസേഷൻ വാണ്ട് ടു റിയലൈസ്. അത് റിയലൈസ് ചെയ്യണം, നേടിയെടുക്കണം എന്ന് ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ദാറ്റ് ഈസ് ഗോൾ എന്ന് വിളിക്കുന്നത്. ആൻഡ്
നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് മീനിങ്ങിൽ ഗോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ ഗോൾ മീൻസ് ദ മെഷറബിൾ ഒബ്ജക്റ്റീവ്. മനസ്സിലാക്കി വയ്ക്കുക. എന്താണെന്നാണ് പറയണത്? മെഷർ ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റീവിനെ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് പറയണത്? ദാറ്റ് ഈസ് ഗോൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറഞ്ഞിരുന്നു. എങ്ങനെയായിരിക്കണം ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി മെഷറബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ചില സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ ഇൻടാഞ്ചിബിളും ടാഞ്ചിബിളും ഉണ്ടാകുമെന്ന് പറഞ്ഞു. എംപ്ലോയി മൊറേൽ എന്ന് പറയുന്നത് മേ ബി എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റീവായിട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തേനെ നമുക്കത് ഗോൾ എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ കണ്ടോ, അതാണ് ദാറ്റ്സ് ദ പോയിന്റ് ടു ബി നോട്ടഡ്. മെഷർ ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഗോൾസ് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇനി എന്താണെന്നാണ് പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുന്നത്? when the objectives are expressed in quantities and values they become goals. ക്ലിയർ ആയത് കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ രണ്ടും നമുക്ക് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളൊരു പോയിന്റ് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂവിലോ ഒരു നമ്പറിൽ നമുക്ക് വാല്യൂവിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഗോൾസ് എന്ന് വിളിക്കാം. അപ്പോൾ ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റീസിൽ കാണിക്കാൻ പറ്റാത്തതുണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗോൾ എന്ന് പറയാൻ പറ്റില്ല, അതിന് ഒബ്ജക്റ്റീവ് എന്നേ പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എപ്പോഴാണ് ഒബ്ജക്റ്റീവ് ഗോളായി മാറുന്നത്? മെഷർ ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ്സോ അല്ലെങ്കിൽ വാല്യൂ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആക്കി കാണിക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വി കോൾ ഇറ്റ് ആസ് ഗോൾസ്. ക്ലിയർ? അപ്പോൾ ഗോൾസിനെ കുറിച്ച് അത്ര തന്നെ പഠിക്കാനുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക, ഗോൾസ് എന്താണെന്നുള്ളത്. അത് നമുക്കൊരു കമ്പാരിസൺ തന്നിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഒബ്ജക്റ്റീവ്സിനെയും ഗോൾസിനെയും കമ്പയർ ചെയ്യാം? അതിന് നമുക്ക് ഒബ്ജക്റ്റീവ് വേഴ്സസ് ഗോൾസ് എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതായത് ചില ആളുകൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് വൈ അതേഴ്സ് ഓഫൺ യൂസ് ഇറ്റ് ആസ് ഇൻ്റർചേഞ്ചബിളി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക, ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇടയ്ക്ക് ഇൻ്റർചേഞ്ചബിളി ഒരേപോലെ സന്ദർഭങ്ങളിൽ രണ്ടും മാറി മാറി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ ദാറ്റ് ഈസ് നമ്മൾ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ടെങ്കിൽ പോലും ശരിക്കും അതെന്തുണ്ട്? ദർ ഇസ് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ടു എന്നാണ് പറയുന്നത്. നമുക്ക് അതിനെ ഒന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് അത് രണ്ടും നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതായത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അത് ജനറൽ ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. അതായത് പൊതുവേ എല്ലാവർക്കും ഉള്ളത് ആ ഒബ്ജക്റ്റീവ്സ് അങ്ങനെയാണ്, ജനറലായിട്ട് എല്ലാവർക്കും എന്ന് പറയില്ല നമ്മൾ, അങ്ങനെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഗോൾസ് അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് സ്പെസിഫിക് ആയിരിക്കും. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഗോള്, ഒരു യൂണിറ്റിന് ഒരു ഗോള്, അല്ലെങ്കിൽ ഒരു സെക്ഷന് ഒരു ഗോള്, അങ്ങനെയായിരിക്കും എന്നാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്. ഒബ്ജക്റ്റീവ്സ് എപ്പോഴും ജനറൽ ആയിരിക്കും, ഗോൾസ് ആർ സ്പെസിഫിക് ഓർ മോർ പ്രിസൈസ്. ഒന്നും കൂടി നമ്മൾ പ്രിസൈസ്, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗോൾ ഇത് കേട്ടോ, ആ ഗോള് വഴിയാണ് നമ്മൾ ഇന്ന ഓർഗനൈസേഷൻ്റെ ഹോൾ ആയിട്ടുള്ള മുഴുവനോടുകൂടിയുള്ള ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ എത്തേണ്ടത്. ക്ലിയർ? അതാണ് ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത്. സെക്കൻഡ് എന്താണെന്നാണ് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് ആർ ഓപ്പൺ എൻഡഡ് ആസ്പിറേഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ വേറാസ് ഗോൾസ് ആർ ദി ക്ലോസ് എൻഡഡ് ഓർ ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഓപ്പൺ എന്ന ഒന്നുകൂടി വിശാലതയാണെന്ന്, അതാണ് ദാറ്റ് ഈസ് പറയണത്. അതിൻ്റെ ആസ്പിറേഷൻസ് ദാറ്റ് ഈസ് അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നതാണ് ഒന്നുകൂടി ബ്രോഡായിട്ടുള്ള ഒരു ടേമാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതേസമയം ഗോൾസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഒന്നുകൂടി ക്ലോസ് ഓറിയൻറ്റഡ് ആണ്. അതായത് ദാറ്റ് ഈസ് ഒന്നുകൂടി നാരോ ആണത്. ഞാൻ പറഞ്ഞില്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമുള്ള ഗോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് മാത്രമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെക്ഷന് മാത്രമുള്ളതായിരിക്കാം എന്നാണ് പറയുന്നത്. അതൊന്നും കൂടി ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും എന്നാണ്. അതായത് കൃത്യം ഇത്രയാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എന്ത് പറഞ്ഞു തരുന്നതാണ് പറയുന്നത്? ഗോൾ എന്താണെന്ന് പറഞ്ഞു തരും. അപ്പോൾ അതൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള പോയിൻ്റാണ്. ഒബ്ജക്റ്റീവ്സ് ഒന്നും കൂടി എന്താണ്? ബ്രോഡ് എന്ന് പറഞ്ഞാലും ഇറ്റ്സ് ഓക്കെ തന്നെയാണ് കേട്ടോ. ഒന്ന് ഓപ്പൺ എൻഡഡ് കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗോൾസ് ഒരു ദാറ്റ് ഈസ് ക്ലോസ് എൻഡഡ് കോൺസെപ്റ്റ് ആണ്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് എപ്പോഴും ലോങ് ടേം ഇൻ നേച്ചർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഫീച്ചറിൽ ഷോർട്ട് ടേം ഉണ്ടാകാം, മീഡിയം റേഞ്ച് ഉണ്ടായിരിക്കാം, ലോങ് ടേം ഉണ്ടായിരിക്കാം. എന്നാൽ പോലും ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് എന്താണ് പറയണത്? ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാമെന്നാണ് പറയണത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എപ്പോഴും ലോങ് ആയിരിക്കും അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് പോയിന്റ് എന്തായിരിക്കും? ഗോൾസ് എപ്പോഴും ഷോർട്ട് ടേം ഇൻ നേച്ചർ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ഗോള് ഈ 1 മാസത്തിനുള്ളിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഗോള് 2 മാസത്തിനുള്ളിൽ നമ്മൾ എത്തിയിരിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഗോൾസ് എപ്പോഴും സെറ്റ് ചെയ്യാമെന്നാണ് പറയണത്. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ്? അപ്പോൾ 3 പോയിന്റ് നമ്മൾ പറഞ്ഞു കേട്ടോ കൃത്യമായിട്ട്. ഇനി ഒബ്ജക്റ്റീവ്സ് നെക്സ്റ്റ് ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഫോക്കസ് ഓൺ ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പോയിന്റാണ്. കാരണം നമ്മൾ പറഞ്ഞത് ഓപ്പൺ എൻഡഡ് ആണ്. ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ദാറ്റ് ഈസ് റിലേഷൻ വിത്ത് ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ളതും ഒന്നുകൂടി ബ്രോഡ് കൺസെപ്റ്റ് ആയിരിക്കും ഓപ്പൺ എൻഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണെന്നാണ് പറയുന്നത്? അത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഗോൾസ് ഫോക്കസസ് ഓൺ ദി
ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ, അതാണ് ഇൻറ്റേർണൽ എന്ന് പറയുന്നത്. ഗോൾസ് എപ്പോഴും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഗോൾസിൽ ഒന്നും കൂടിയും എന്ന് പറഞ്ഞില്ലേ നമുക്ക് ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് എത്തുക, അതൊക്കെ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് സെറ്റ് ചെയ്യാം. മാർക്കറ്റിൽ ഇത്ര ഷെയർ പിടിച്ചെടുക്കുക, അപ്പോൾ അത് എക്സ്റ്റേണൽ ആണല്ലേ, എത്രമാത്രം കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കുക എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ അതൊന്നും കൂടി എക്സ്റ്റേണൽ ആണ്, ഗോൾസ് ഒന്നും കൂടി ഇൻറ്റേർണൽ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഒബ്ജക്റ്റീവ്സിനെയും ഗോൾസിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് യു ഗെറ്റ് എ ക്ലിയർ പിക്ചർ ഓഫ് വാട്ട് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് വാട്ട് ഈസ് എ ഗോൾ. നമ്മുടെ രണ്ട് എലമെൻറ്റ്സ് നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞു. വി ആർ കമ്മിങ് ടു ദ തേർഡ് എലമെൻറ്റ് ഓഫ് ദാറ്റ് ഈസ് പ്ലാനിങ്. ദാറ്റ് ഈസ് എന്താണെന്നാണ് പറയുന്നത്, പോളിസീസ് എന്നാണ് പറയുന്നത്. പോളിസീസും എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് ദേ ആർ സ്റ്റാൻഡിങ് പ്ലാൻസ് തന്നെയാണ്. അതായത് അഗെയിൻ ആൻഡ് അഗെയിൻ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, പോളിസീസ് എന്ന് പറയുന്നത്. എൻ്റെ പോളിസിയുടെ രണ്ട് ഡെഫിനിഷൻ അതിനകത്ത് തന്നിട്ടുണ്ട്. ഞാനതിൽ ഒരു ഡെഫിനിഷൻ, എനിക്ക് നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവുമെന്ന് തോന്നിയത് ഒരു ഡെഫിനിഷനാണ്, അതാണ് ഞാനിവിടെ പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇൻ യുവർ ഇൻട്രാക്ഷൻ സെഷനിൽ ഇഫ് യു ആർ ആസ്കിങ് മീ ദ നെക്സ്റ്റ് ഡെഫിനേഷൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷെർവിൻ ഡഗ്ലസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഫിനേഷനാണ് പോളിസിയെക്കുറിച്ച് പറയുന്നത്. പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ, ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ അതൊരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് പോലെ, റിട്ടേണോ ഓറലോ എന്തെങ്കിലും ആയിരിക്കും, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു ഓർഗനൈസേഷൻ്റെ. എന്താണെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻസ് ഇൻറ്റൻഷൻ ടു ആക്ട് ഇൻ സർട്ടേൺ വേസ്. അതായത് ഇങ്ങനെയൊക്കെ ഈ ഓർഗനൈസേഷൻ ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇൻറ്റൻഷൻ എന്നാണ് താല്പര്യം, ഇങ്ങനെയാണ് ഈ ഓർഗനൈസേഷനിലെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകേണ്ടത്, അത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് പറയണത്. വെൻ സ്പെസിഫിക് ടൈപ്സ് ഓഫ് സിർക്കംസ്റ്റൻസസ് അറൈസ്, എപ്പോഴല്ല എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം ഉദിച്ചു വരുമ്പോൾ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യാണ്, ദാറ്റ് ഈസ് താല്പര്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, പോളിസീസ് എന്ന് പറയും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ സഹിതം നമുക്ക് പറയാം, നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ക്ലിയർ ആക്കി തരാം. ഞാൻ ഡെഫിനിഷൻ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. പോളിസി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്, ആദ്യം തന്നെ പറയാം, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻറ്റൻഷൻ ടു ആക്ട് ഇൻ സർട്ടേൺ വേസ് in certain ways when specific types of circumstances arises. അപ്പം ആരാണ്, ഷെർവിൻ ഡഗ്ലസ്, അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓഫ് കോഴ്സ് കൂൺസ് ആൻഡ് ഓ ഡോണലിൻ്റെ ഡെഫിനേഷൻ അവിടെ ഉണ്ട്, ഞാൻ ജസ്റ്റ് വായിച്ചു പോകാം. അതിലും സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പോളിസീസ് ആർ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ അണ്ടർസ്റ്റാൻഡിങ്സ് വിച്ച് ഗൈഡ് ഓർ ചാനൽ തിങ്കിങ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഓഫ് സബോർഡിനേറ്റ്സ്. അപ്പോൾ സബോർഡിനേറ്റ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ എന്ത് ചെയ്യാണ്, ദാറ്റ് ഈസ് ഗൈഡ് ചെയ്യുന്ന കുറച്ച് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളോ അല്ലെങ്കിൽ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്സിനെയോ നമുക്ക് എന്ത് വിളിക്കാമെന്നാണ് കൂൺസ് ആൻഡ് ഓഡോണൽ പറയുന്നത്, പോളിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനേക്കാൾ നല്ലൊരു പഠിക്കാൻ എളുപ്പം അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ പൊട്ടയൊന്നും ഇല്ലാട്ടോ ഞാൻ പറഞ്ഞത്, ഒരിക്കലും അല്ല. നിങ്ങൾക്ക് ഏതാണ് ഈസി എങ്കിൽ യു ക്യാൻ സ്റ്റഡി ഏതാണ് നിങ്ങൾക്ക് അതൊന്ന് സെലക്ട് ചെയ്ത് പഠിക്കാം. ഇനി നമ്മൾ അതിൻ്റെ ഒരു മീനിങ്ങിലേക്ക് നമ്മൾ പോവാണ്. ഭയങ്കര ഞാൻ വായിച്ചു വന്നത് ഡെഫിനേഷൻ പഠിച്ചാൽ ഇറ്റ്സ് മതി, കൂടി വന്നാൽ വാട്ട് ഈസ് എ പോളിസി എന്നുള്ളത് മാത്രമാണ് ചോദിക്കാൻ സാധ്യതയുള്ളൂ. Okay, sorry. A policy is a general statement which provides guidelines in decision making to the members of an organization in respect of any course of action. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനേഷൻ്റെ ഒന്ന് സെൻറ്റൻസ് ആക്കി നമുക്കത് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഒരു പോളിസി കുറച്ച് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്നാണ് പറയുന്നത്. അതിനകത്ത് കുറച്ച് എന്തുണ്ടായിരിക്കും, ഗൈഡ് ലൈൻസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പോളിസി ഇസ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് പ്രൊവൈഡ് സം ഗൈഡ് ലൈൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് തീരുമാനം എടുക്കാനുള്ള ഇങ്ങനെയാണ് നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആർക്കാണ് ഇത് കൊടുത്തിരിക്കുക സ്റ്റേറ്റ്മെൻറ്റ്, ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിന്, ടു ദ മെമ്പേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എനി കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനത്തിലേക്ക് എത്തേണ്ടത് എന്ന് ഓർഗനൈസേഷൻ മെമ്പേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പോളിസി. ക്ലിയർ? അത് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ടോ, ഈവൻ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ എക്സൽ കമ്പനിയുടെ ഒരു എക്സാമ്പിൾ തന്നെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് അവരൊരു പോളിസി പറഞ്ഞു തരാണ്. എക്സൽ പബ്ലിക്കേഷൻ്റെ ഒരു പോളിസിയാണ്. അതായത് ഇതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫ്രാഞ്ചൈസി എന്ന് പറയില്ല, നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കാമെന്ന് പറയും. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെ ഏൽപ്പിച്ച് അവർക്ക് കട തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം, ഈ ബുക്സ് വിൽക്കാം. അപ്പോൾ എക്സൽ പബ്ലിക്കേഷൻസ് അങ്ങനെ ഒരു ഏർപ്പാട്, അവർക്ക് ഈ ഫ്രാഞ്ചൈസി കൊടുക്കാമെന്നുള്ളൊരു ഏർപ്പാടില്ല എന്നാണ് പറയുന്നത്. അതായത് വേറെ ബുക്സുമായിട്ടൊക്കെ അവർ ഡീൽ ചെയ്യുന്ന ഒരു ഡീലർക്ക്, ഇങ്ങനെ പറഞ്ഞാൽ മതി, ഒരു ഡീലർക്ക് ബുക്സ് കൊടുക്കാമെന്നുള്ളൊരു, മറ്റുള്ള പബ്ലിഷേഴ്സിൻ്റെ ബുക്കുമായിട്ട് ഡീൽ ചെയ്യുന്നവർക്ക് ബുക്സ് കൊടുക്കാമെന്നുള്ളൊരു എന്താണ് പോളിസി എക്സൽ പബ്ലിക്കേഷൻസിന് ഇല്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ അത് അവരുടെ ഒരു പോളിസി ആയിട്ട് നമുക്ക് പറയാം. അതായത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവർ ഇങ്ങനെയാണ് ഇവരുടെ ഒരു തീരുമാനം, ഇവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത് എന്താണ്, മറ്റുള്ള പബ്ലിഷേഴ്സിൻ്റെ ബുക്സുമായി ഡീൽ ചെയ്യുന്നവർക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വി ആർ നോട്ട് ഗിവിങ് ദ ബുക്സ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പറയുകയാണ് എന്ത് ചെയ്യാന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളത് കേട്ടറിഞ്ഞതായിരിക്കും, അറ്റ് ദ ടൈം ഓഫ് യുവർ അഡ്മിഷൻ്റെ സമയത്ത് നമ്മുടെ കോളേജ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റാണ് അല്ലേ, നമ്മളൊരു മിനിമം മാർക്കില്ലാത്ത കുട്ടികളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാറില്ല. ദാറ്റ് ഇസ് ദ പോളിസി ഓഫ് അവർ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പോളിസിയാണ്. ദാറ്റ് ഈസ് എന്താണ്, ഓരോ കോളേജസിനും ഓരോ പോളിസി ആയിരിക്കും. അപ്പോൾ എന്താണ്, ബിലോ 60% ഉള്ള കുട്ടികളെ ഇവിടെ എടുക്കില്ല, അല്ലെങ്കിൽ ബിലോ 50% ഉള്ളവരെ എടുക്കില്ല. അപ്പോൾ കണ്ടോ, അപ്പോൾ അവിടെ ഒരു എന്താണ്, നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കേണ്ടത്, നമ്മുടെ അഡ്മിഷൻ ഇതിലേക്ക് പോകേണ്ടത് എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ചെറിയൊരു നിയമം എന്നുള്ളതല്ല, ഒരു ധാരണ, ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വി ക്യാൻ കോൾ ഇറ്റ് ആസ് പോളിസി എന്ന് പറയാം. അപ്പോൾ ആ എക്സാമ്പിൾ പഠിച്ചാൽ നിങ്ങൾക്ക് പോളിസി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ കിട്ടും. അത് നമുക്കതിന് പറഞ്ഞുതരാം. പോളിസീസ് പ്രിസ്ക്രൈബ്സ് ദ ലിമിറ്റ്സ് എന്നാണ് പറയുന്നത്. എന്താണ് പോളിസി, ഇപ്പോൾ ഒരു ലിമിറ്റ് നമുക്ക് പറഞ്ഞു തരുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ബിസിനസ് ഓർഗനൈസേഷനാണെന്നുണ്ടെങ്കിൽ വിത്തിൻ വിച്ച് എംപ്ലോയീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ക്യാൻ എക്സസൈസ് ഡിസ്ക്രിഷൻ ആൻഡ് ജഡ്ജ്മെൻറ്റ്. അതായത് ഒരു എംപ്ലോയി എന്താണ് അയാൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ അയാൾക്ക് പറയാം എന്നുള്ളതിനൊരു ലിമിറ്റ് വെക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിസി എന്ന് പറയും. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കാം. പോളിസി എന്ത് ചെയ്യുന്നു, ഒരു എംപ്ലോയിക്ക് ചില ലിമിറ്റുകൾ വെക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം എന്തൊക്കെ തോന്നിയതൊക്കെ ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ ചെയ്താൽ നടക്കുമോ, ഇല്ല. അപ്പോൾ അതാണ് പറയുന്നത്, അദ്ദേഹം ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഡിസയർ അല്ലെങ്കിൽ വിഷനെയാണ് നമ്മൾ അതെന്ത് പറയാം, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം കോളേജിൽ ചെയ്യാൻ പറ്റില്ല. കോളേജിന് ചില പോളിസീസ് ഉണ്ടായിരിക്കും. ആ പോളിസീസ് അനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കത് അനുസരിച്ച് ഐ ക്യാൻ ആക്ട് അക്കോർഡിംഗ് ടു ദാറ്റ്. അതനുസരിച്ച് ഞാൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് വി ക്യാൻ കോൾ ഇറ്റ് ദ പോളിസി. ക്ലിയർ. ഇനി നമുക്ക് നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പോളിസി എന്നുള്ളതാണ്. ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് പോളിസി. ഞാൻ വേഗം വായിച്ചു പോകാം, അത്ര ഭയങ്കര എക്സ്പ്ലനേഷനിലേക്കൊന്നും വേണ്ട കാര്യങ്ങളല്ല. പോളിസി ഷുഡ് ബി ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്. ആദ്യം പറയണത്, പോളിസീസ് എപ്പോഴും വെക്കുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് നേടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ലിമിറ്റേഷൻ വെക്കാൻ പാടില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. പോളിസീസ് എപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ പോളിസീസ് ചെയ്യണം എന്നാണ് പറയണത്. ആൻഡ് ഷുഡ് ഹെൽപ്പ് ദി അറ്റൈൻമെൻറ്റ് ഓഫ് ദി പ്രിസ്ക്രൈബ്ഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസീസ് വെക്കുക. കാരണം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിൽ പോളിസി സെറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫീച്ചർ പറയുന്നത്. പോളിസി ഷുഡ് ബി ഡ്രാഫ്റ്റഡ് ഇൻ ക്ലിയർ ടേംസ്. ഞാൻ പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട്, വായിച്ച ആൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്. എനിക്കത് മനസ്സിലായില്ല എന്ന രീതിയിലല്ല നമ്മൾ ചെയ്യേണ്ടത്, അതെപ്പോഴും ക്ലിയർ ടേംസിലായിരിക്കണം. പോളിസി ഷുഡ് ബി ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ദി എംപ്ലോയീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, പോളിസി എപ്പോഴും എംപ്ലോയീസിന് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. ഇനി പോളിസി എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നാണ് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ്സ് അത് വെർബൽ ആയിരിക്കാം, റിട്ടൺ ആയിരിക്കാം, ഓർ ഇംപ്ലൈഡ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ അതായത് നമുക്ക് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞിട്ട് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പോളിസി ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാം. അല്ലെങ്കിൽ റിട്ടൺ ആയിട്ട് നമുക്ക് വെക്കാം. അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആണ്. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ദാറ്റ് ഈസ് അങ്ങനെയാണ് എന്നൊരു ധാരണയിലേക്ക് വരിക. അതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതാണ്, അങ്ങനെയൊക്കെ നമുക്ക് പോളിസി സ്റ്റേറ്റ്മെൻറ്റ്സ് ആകാം. പിന്നെ പോളിസിയെക്കുറിച്ച് പറയുന്നത് എന്താണ്, ഷുഡ് ബി റിയലിസ്റ്റിക് ആയിരിക്കണം, പിന്നെ നേടാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ ഒബ്ജക്റ്റീവ്സിൻ്റെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഫീച്ചേഴ്സൊക്കെ അങ്ങനെ എഴുതി പോകാം. ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ തന്നെയാണ് പറഞ്ഞത്, റിയലിസ്റ്റിക് ആയിരിക്കണം, നേടാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ അതുതന്നെയാണ് പോളിസിയിലും പറയുന്നത്, റിയലിസ്റ്റിക് ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം. ഓക്കെ. പിന്നെ പോളിസീസ് കുറച്ച് ഫ്ലെക്സിബിൾ ആവണം, ഒരുപാട് റിജിഡ് ആവരുത്. ചിലപ്പോൾ നമുക്ക് ചില സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട്, ചില സിർക്കംസ്റ്റൻസസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് തീരെ അഡ്മിഷൻ കുറയാണ്, അപ്പോൾ ചിലപ്പോൾ കൂടുതൽ കുട്ടികൾ അഡ്മിഷനിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ 60% ചിലപ്പോൾ നമ്മൾ കൂട്ടും. അതായത് സീറ്റ് കൂടുതൽ ആളുകൾ അതിന് ഡിമാൻഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് കുട്ടികൾ വരുന്നു, അപ്പോൾ നമ്മൾ ലിമിറ്റേഷൻ വയ്ക്കും. 70% ഉള്ളവർ ഇനി വന്നാൽ മതി. ഇനി അഡ്മിഷൻ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ആ ക്രൈറ്റീരിയ ഒന്ന് കുറയ്ക്കും, 50% ഉള്ളവർക്കും വരാം കേട്ടോ. അപ്പോൾ അത് ഓരോ ഞാൻ നമ്മുടെ കോളേജിൻ്റെ കാര്യമില്ല കേട്ടോ പറയുന്നത്, പൊതുവേ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞ എന്താണ്. അപ്പോൾ പോളിസീസ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പോളിസി ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി എൻവയോൺമെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് 2 തരം എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കുക, ഒന്ന് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ഒന്ന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും. ഒരു ഓർഗനൈസേഷനിൽ വിത്തിൻ ഓർഗനൈസേഷനകത്തുള്ള എൻവയോൺമെൻറ്റ് ആണെങ്കിൽ, അതിനകത്തുള്ള അന്തരീക്ഷമാണെങ്കിൽ അതിന് ഇൻറ്റേർണൽ എന്നും, പുറത്തുണ്ടാവും അല്ലേ, അതായത് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, എന്താണ് ഡെറ്റേഴ്സ് ഉണ്ടായിരിക്കും, ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, അതൊക്കെ എക്സ്റ്റേണൽ. ഗവൺമെൻറ് പോളിസീസ് ഇതൊക്കെ എക്സ്റ്റേണലാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആ
എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതായിരിക്കണം പോളിസീസ് എന്ന് പറയുന്നത്. അപ്പം അതായത് നമ്മൾ നോക്കണം ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേണൽ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ എന്ന് നോക്കിയിട്ടേ പോളിസീസ് സെറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പോളിസി ഷുഡ് ബി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ടു ഓൾ ദ ഗ്രൂപ്പ്സ് ബോത്ത് ടു ദ ഇൻറ്റേർണൽ ആൻഡ് ദി എക്സ്റ്റേണൽ. പോളിസീസ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. അതായത് കുറച്ച് പേർക്ക് ഇങ്ങനെ, കുറച്ച് പേർക്ക് വേണ്ടി നമ്മളത് മാറ്റുക എന്ന് പാടില്ല. ഇൻറ്റേർണലി ആണെങ്കിലും എക്സ്റ്റേണലി ആണെങ്കിലും പോളിസി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അങ്ങനെയാണ്, അത് ക്ലിയർ റിയലിസ്റ്റിക് ആണ്. അത് ഡെഫിനറ്റായിട്ട് നമുക്ക് അതിലൊരു എന്ത് ചെയ്യുക, ഒരാൾക്കൊരു നിയമം വേറൊരാൾക്ക് നിയമം അങ്ങനെ പറ്റില്ല. പോളിസീസ് എപ്പോഴും ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആയി, ദാറ്റ് ഈസ് മസ്റ്റ് ബി ഫെയർ എന്നാണ് പറയുന്നത്. പോളിസി ഷുഡ് ബി എക്സ്പ്രസ് ദ ഇൻറ്റൻഷൻ ഓഫ് ദി ടോപ്പ് മാനേജ്മെൻറ്റ്. അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. പോളിസി എപ്പോഴും കാണിക്കേണ്ടത് ടോപ്പ് മാനേജ്മെൻറ്റ് ആഗ്രഹം എന്താണ്, അതാണ് നമ്മൾ പോളിസിയിൽ കാണിക്കുക. എപ്പോഴും പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക, ടോപ്പ് മാനേജ്മെൻറ്റ് ആയിരിക്കും. ക്ലിയർ. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ അവരെന്താണോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതാണ് ആ പോളിസിയിൽ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, പോളിസി ഷുഡ് പ്രൊവൈഡ് ദ ബൗണ്ടറി വിത്തിൻ വിച്ച് ദ ഡിസിഷൻസ് ക്യാൻ ബി മെയ്ഡ്. പോളിസിയുടെ ഒരു ഫീച്ചർ പറയുന്നതാണ് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ലിമിറ്റ്, അതായത് ഇറ്റ് പ്രൊവൈഡ് സം ലിമിറ്റ് എന്നാണ് പറയുന്നത്. ആ ലിമിറ്റിൽ നിന്നുകൊണ്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത് പോളിസി എന്ത് തരുന്നുണ്ടെന്നാണ് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് ദ ബൗണ്ടറി വിത്തിൻ വിച്ച് ദ ഡിസിഷൻസ് ക്യാൻ ബി മെയ്ഡ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതിനുള്ള അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല, ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് യു ക്യാൻ മേക്ക് സം ഡിസിഷൻ എന്ന് പറയുന്നതാണ്. ദാറ്റ്സ് അങ്ങനെ പറയുന്നതാണ് ഒരു പോളിസി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചില പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് തരും, അതിൽ നിന്നുകൊണ്ട് നമ്മൾ ആക്ട് ചെയ്യും. ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് പോളിസീസ് എന്നാണ് പറയുന്നത്. എന്താണ് പോളിസീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. അതായത് ആദ്യം മനസ്സിലാക്കി വെക്കുക, പോളിസീസ് ഹെൽപ്പ് ആൻ ഓർഗനൈസേഷൻ ടു ഫോളോ യൂണിഫോം കോഴ്സ് ഓഫ് ആക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് വേരിയസ് മാറ്റേഴ്സ്. അതൊരു ഓർഗനൈസേഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, മനസ്സിലാക്കി. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ഓർഗനൈസേഷനാണ്. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരുപാട് മേഖലകളുണ്ടാവും, ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം എന്താണെന്ന് എല്ലാവരും ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയാണ് എപ്പോഴും മനസ്സിലാക്കുക പോളിസീസ് കൊണ്ടുവരുന്നത്. ഓരോരുത്തരും അവനവന് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പാടില്ല. അക്കോർഡിംഗ് ടു ദ പോളിസി ഓഫ് ദി ഓർഗനൈസേഷൻ അവർ ആക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതാണ് പറയുന്നത് പോളിസീസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോളിസി വേണമെന്ന് പറയാനുള്ള കാരണം എന്താണ്, എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം, 9:15 നിങ്ങൾ പഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതൊരു പോളിസിയാണ് ഓർഗനൈസേഷൻ്റെ. കൃത്യമായിട്ട് 9:15 എല്ലാവരും വന്ന് ദാറ്റ് ഈസ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആ പോളിസി എന്ന് വെച്ചാൽ അവർക്ക് ആ പോളിസി വേറെ, ചിലർക്ക് പോളിസി ഇങ്ങനെ അങ്ങനെയില്ല. അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു യൂണിഫോം കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരേപോലെയുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ആക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പോളിസീസ് ഉറപ്പാക്കുന്നുണ്ട്. ക്ലിയർ. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, പോളിസീസ് പ്രൊവൈഡ്സ് ദ ബൗണ്ടറീസ് വിത്തിൻ വിച്ച് ഡിസിഷൻസ് ക്യാൻ ബി ടേക്കൺ ആണ്. നമ്മൾ ഓൾറെഡി ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞതാണ്, ഫീച്ചേഴ്സിൽ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പോളിസീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല, ഡിസിഷൻ മേക്കിംഗ് എളുപ്പം ചെയ്യാം. കാരണം നമുക്ക് ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്താൽ മതി, തീരുമാനങ്ങൾ എടുത്താൽ മതി. അതുകൊണ്ട് ദിസ് ഹെൽപ്സ് ഇൻ ദി സ്പീഡി ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് പറയാം. എന്താണ്, പോളിസീസ് ഹെൽപ്സ് ടു അച്ചീവ് ദി കോർഡിനേഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ ഒരുപാട് ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പോളിസീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പോളിസീസ് ഹെൽപ്സ് ടു അച്ചീവ് ദി കോർഡിനേറ്റ്, അതായത് എല്ലാ ആക്ടിവിറ്റീസിനെയും ഒന്നിച്ച് കൊണ്ടുവരണം. അതായത് ആ പോളിസി എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ദർ വിൽ ബി എ കോർഡിനേഷൻ, ഒരു ഒത്തൊരുമ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പോളിസീസ് ഗൈഡ് തിങ്കിങ് ആൻഡ് ആക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ആൻഡ് ലീഡ് ടു ബെറ്റർ പെർഫോമൻസ്. അപ്പം പോളിസീസ് എന്തിനെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ മെമ്പേഴ്സിൻ്റെ അവരുടെ തിങ്കിങ്ങിനെയും അവരുടെ ആക്ഷനെയും, അത് എങ്ങനെയാണ് അവർ പെരുമാറേണ്ടതും അവരെങ്ങനെയാണ് ചിന്തിക്കേണ്ടതും അത് കൃത്യമായിട്ട്, കാരണം ഒരു പോളിസി എപ്പോഴും അതിന് ലിമിറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെന്നാണ് പറയുന്നത്, അവർക്ക് ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് പറയുന്നത്, പോളിസീസ് ഗൈഡ് തിങ്കിങ് ആൻഡ് ആക്ഷൻ ഓഫ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ആൻഡ് ലീഡ് ടു ബെറ്റർ പെർഫോമൻസ്. ഓക്കെ, by this we come to the end of the third types or element of പ്ലാനിൻ്റെ, അതായത് പോളിസീസ്. ഇനി നിങ്ങൾ ടെക്സ്റ്റിൽ വന്നിട്ടുള്ളത് ഡിഫറൻസസ് ബിറ്റ്വീൻ പോളിസീസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് സംഭവം തന്നുണ്ട്. അപ്പോൾ ഞാനത് എടുത്തു തരേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഐ ഹാവ് ടേക്കൺ എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് എടുത്തു കഴിഞ്ഞു, ആൻഡ് വാട്ട് ഈസ് പോളിസി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് എന്താണെന്ന് പിടികിട്ടി. ഇനി അത് കമ്പയർ ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ അവിടെ ജസ്റ്റ് ക്ലാസ്സിൽ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് വെക്കും, അതൊരു അസൈൻമെൻ്റ് ആണ്. ദാറ്റ് ഈസ് യു ഹാവ് ടു കമ്പയർ ഇറ്റ് ആൻഡ് എന്താ ഇൻട്രാക്ഷൻ സെഷനിൽ നിങ്ങളതെനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ഒരു ഡിസ്കഷനിലേക്ക് വരുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷനോ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമുക്കവിടെ എന്ത് ചെയ്യാം, ക്ലിയർ ആക്കാം. Okay, that's for today. Thank you, my dear students, for watching my class. Thank you.